ഹേ ഗൈസ്, അപ്പോൾ എല്ലാവരും എക്സാംസിന് വേണ്ടി നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ലപോലെ തകർത്ത് എഴുതിയിട്ട് വരാൻ ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് പോലത്തെ ചെയ്യാൻ വിചാരിച്ചു. അത് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞിട്ട് ആർക്കെങ്കിലും യൂസ്ഫുൾ ആയില്ലെങ്കിൽ അതൊരു നല്ല കാര്യമെന്ന് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ സംസ്കൃതം മെയിനായിട്ട് ഞാൻ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്ത് പറയുന്നത്. കാരണം ബാക്കി ആരും അങ്ങനെ സംസ്കൃതം എടുത്ത് പറഞ്ഞ് ഞാൻ കേട്ടില്ല. കാരണം ഈസി സബ്ജക്റ്റാണ്. പക്ഷേ കുറച്ചുകൂടി ശ്രദ്ധ കൊടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ പണ്ടത്തെ PYQs മോഡൽ ക്വസ്റ്റൻസ് അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒക്കെ ഒന്ന് ജസ്റ്റ് റെഫർ ചെയ്തിട്ട് അറ്റ്ലീസ്റ്റ് പോകുക. കാരണം ലാസ്റ്റ് മിനിറ്റ് ഇത് ടിപ്പായിട്ടാണ്, ഇത് മാത്രം റെഫർ ചെയ്ത് പോകുന്നില്ല. അപ്പോൾ ജസ്റ്റ് റെഫർ ചെയ്ത് പോകുക. അപ്പോൾ കാരണം കോൺഫിഡൻസ് കൂടും. നമ്മൾ ആൻസർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുമ്പോൾ സമാധാനം ഉണ്ടാവും. അപ്പോൾ നല്ലപോലെ സമാധാനത്തോട് കൂടി എഴുതിയിട്ട് വരാം. പിന്നെ ടെക്സ്റ്റ് ആണ് വായിക്കുക. പിന്നെ ഗ്രാമർ പോർഷൻസ് അങ്ങനെ 2-3 ഗ്രാമർ ഉണ്ടാവും. അതൊന്നും തെറ്റിക്കാതിരിക്കുക. പിന്നെ സുഭാഷിതങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ല രീതിയിൽ വായിച്ചിട്ട് പോകുക. അതിലേക്ക് ക്രിയാപദം അതൊക്കെ നോക്കിയിട്ട് പോകുക. പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ തന്നെ ചെറിയ ഗ്രാമർ പോർഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. എക്സാമിന് വിട്ട് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ ഹോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ മറക്കാതെ എടുത്ത് പോകുക. അതുപോലെ തന്നെ 2-3 പെന്നും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ എടുത്ത് വെക്കുക. പിന്നെ ആരും ടെൻഷൻ അടിക്കണം. നല്ലപോലെ ചെയ്യുക. ഫുൾ ഓഫ് ടൈം യൂസ് ചെയ്തിട്ട് പോകുക. കാരണം നമുക്ക് നല്ല അടിപൊളി ഈസി ആയിട്ട് എക്സാം ഞാൻ ഈസി സബ്ജക്റ്റ് ഞാൻ ആരും പഠിക്കാതെ എഴുതുക. എനിക്കും വിഷയൊക്കെ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്നാൽ ആ ഗ്രാമർ പോർഷൻ കണ്ടു നോക്കുക. അറിയുന്നതാണെങ്കിൽ കാണേണ്ട ജസ്റ്റ് റിവൈസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു. സോ ഗൈസ്, അപ്പോൾ സംസ്കൃതത്തിൽ നമുക്ക് ദ്വികർമ്മക പ്രയോഗം എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവമുണ്ട്. അപ്പോൾ അത് കുറച്ച് പേർക്കെങ്കിലും കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു ഭാഗമായിരിക്കും. അത് പൊതുവെ ചോദിച്ച് കാണാറില്ല. പക്ഷേ നമുക്ക് ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, സെക്കൻഡ് ടേമിനോ അങ്ങനെ എന്തോ ചോദിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിക്കോട്ടെ വെച്ചാണ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ, ഈ ഒരു ലാസ്റ്റ് മിനിറ്റിൽ. കാരണം ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് അങ്ങനെ കൂടുതലായിട്ടും ഞാൻ കണ്ടിട്ടില്ല, ആരും ഏത് ടീച്ചേഴ്സും അങ്ങനെ പറഞ്ഞിരുന്നതായിട്ട്. അതുകൊണ്ടാണ് ആർക്കെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചാൽ ഈ ലാസ്റ്റ് മിനിറ്റിൽ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ദ്വികർമ്മക പ്രയോഗം നന്നായി ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു സെൻറ്റൻസ് എടുത്തു കഴിഞ്ഞാൽ ഗിരീഷായ ഗിരിജാം ഗിരീഷം യയാജെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെൻറ്റൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് അതിൻ്റെ വേർബ് ഏതാണെന്ന് നോക്കുക, ക്രിയാപദം ഏതാണെന്ന് നോക്കുക. ഇവിടെ യയാജെ അതായത് ചോദിച്ചു എന്നുള്ളതാണ് ക്രിയാപദം. സോ ഫസ്റ്റ് നമുക്ക് ക്രിയ കണ്ടെത്തുക എന്നുള്ളതാണ് മെയിനായിട്ട് ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിയാപദങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് ഓൾറെഡി ടെക്സ്റ്റ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോകുക. അപ്പോൾ ഇവിടെ യയാജെ എന്നുള്ളതാണ് ക്രിയാപദം. അപ്പോൾ യയാജെ ചോദിച്ചു. അപ്പോൾ നമ്മൾ പ്രധാന കർമ്മമായിട്ട് എഴുതുമ്പോൾ എന്തിനാണ് ചോദിച്ചത് എന്നുള്ളത് അത് റിസൾട്ടിനാണ് നോക്കേണ്ടത്. റിസൾട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റിനാണ് നോക്കേണ്ടത്. ഇപ്പോൾ ഗിരീഷായ ഗിരിജാം ഗിരീഷൻ യയാജെ എന്ന് പറഞ്ഞാൽ എന്താണ്, ശിവന് വേണ്ടിയിട്ട് പാർവതിയെ ഹിമവാനോട് ചോദിച്ചു എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ചോദിച്ചു എന്തിനാണ് ചോദിച്ചത്, നമുക്ക് പാർവതിയാണ് അവിടെ റിസൾട്ട് ആയിട്ടുള്ളത്. അപ്പോൾ അതിനാണ് പ്രധാന കർമ്മം. റിസൾട്ട് എന്ന് പറയുന്നത് ഗിരിജാം, അതായത് നമ്മുടെ പാർവതിയാണ്. പിന്നെ ഗിരീഷം എന്ന് പറഞ്ഞാൽ ആരോടാണ് ചോദിച്ചത്, ഹിമവാനോടാണ്. അപ്പോൾ ഗിരീഷം എന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. പിന്നെ നെക്സ്റ്റ് അജപാലഹ അജം ഗ്രാമം നയതി. ഇവിടെ നയതി എന്നുള്ളതാണ് ക്രിയാപദം. നയതി എന്ന് പറഞ്ഞാൽ നയിച്ചു കൊണ്ടുപോയി. എന്തിനെ നയിച്ചു കൊണ്ടുപോയത്, അജപാലഹ അജം ഗ്രാമം നയതി. ഒരു അജപാലൻ അജത്തെ അതായത് ആടിനെ എന്ത് ചെയ്തു, ഗ്രാമത്തിലേക്ക് നയിച്ചു കൊണ്ടുപോയി. നയിച്ചു എന്തിനാ, ഗ്രാമത്തിൽ നയിക്കാൻ കഴിയോ, ഇല്ല. അപ്പോൾ അജത്തെയാണ് നമ്മൾ നയിച്ചു കൊണ്ടുപോയത്. അപ്പോൾ അജം പ്രധാന കർമ്മമായിട്ട് മാറും. എവിടെയൊക്കെ കൊണ്ടുപോയത്, ഗ്രാമത്തിലേക്ക്. അപ്പോൾ ഗ്രാമമാണ് പ്രധാന കർമ്മം എന്ന് പറയുന്നത്. അടുത്തത് മാതാ തണ്ടുലം ഓദനം പച്ചതി. തണ്ടുലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരി എന്നാണ്, ഓദനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറെന്നും. അമ്മ അരിയിൽ നിന്നും ചോറ് ഉണ്ടാക്കി എന്നാണ് പറഞ്ഞത്. പാചകം ചെയ്തു. അപ്പോൾ പചതി എന്നുള്ളതാണ് ക്രിയാപദം. അപ്പോൾ പാചകം ചെയ്തു. എന്താ പാചകം ചെയ്തത്, അരിയാണോ അല്ല, ചോറാണ്. അപ്പോൾ ഓദനം പചതി. അപ്പോൾ എന്താണ്, ചോറുണ്ടാക്കി എന്ന് എഴുതുക. അപ്പോൾ ചോറ് എന്നുള്ളതാണ് അവിടെ, ഓദനം എന്നുള്ളതാണ് പ്രധാന കർമ്മമായിട്ട് വരിക. പ്രധാന കർമ്മം എന്ന് പറയുന്നത് തണ്ടുലമാണ്, അതായത് അരി എന്നുള്ളതാണ്. പിന്നെ യാചക ധനികം ധനം യാചകൻ. യാചകൻ ധനികനോട് ധനം യാചിച്ചു എന്ന് പറയുമ്പോൾ യാചിച്ചു എന്നുള്ളതാണ്, യാചക എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിയാപദം. ധനം എന്നുള്ളത് എന്താണ് യാചിച്ചത് എന്ന് ചോദിക്കുമ്പോൾ എന്താ യാചിച്ചത്, ധനത്തെയാണ് യാചിച്ചത്. ആരോട് യാചിച്ചു ചോദിക്കുമ്പോൾ ധനികം വരും. അപ്പോൾ ധനം എന്ന് പറയുന്നത് എന്താ യാചിച്ചത്, ധനത്തെയാണ്. അപ്പോൾ ധനമാണ് പ്രധാന കർമ്മം എന്ന് വരുന്നത്. അപ്രധാന കർമ്മം എന്ന് പറയുന്നത് ധനികനാണ്. അപ്പോൾ ഈ ഒരു ഭാഗം അധികം അങ്ങനെ വരുന്നതൊന്നുമല്ല. പക്ഷേ അധികമായിട്ട് നമ്മൾ വന്ന് കണ്ടിട്ടില്ല. പക്ഷേ ചിലപ്പോൾ വരാനുള്ള സാധ്യതകളുണ്ട്. നമ്മൾ എന്തായാലും ടെക്സ്റ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ട് പോകുന്നതാണ് നമുക്കൊരു നല്ലതെന്ന് പറയുന്നത്. അപ്പോൾ തീരെ മനസ്സിലാവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞോട്ടെ, അല്ലെങ്കിൽ അവർക്കൊന്ന് യൂസ്ഫുൾ ആയിക്കോട്ടെ വെച്ചാണ് ഈ ഒരു ലാസ്റ്റ് മിനിറ്റ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ കാര്യം മനസ്സിലായില്ലെങ്കിൽ ഒന്ന് അവർക്ക് കൂടി അയച്ചു കൊടുക്കുക, അവരും കൂടി ഒന്ന് പഠിച്ചോട്ടല്ലേ. അപ്പോൾ ഇത്രയും ഉള്ളത്തെ വീഡിയോ. അപ്പോൾ എല്ലാ എക്സാംസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് എഴുതുക. എനിക്കും വിഷയമൊക്കെ ചെയ്ത് ഓരോ ദിവസം എഴുതുക. അപ്പോൾ ബൈ ബൈ. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ പറ്റട്ടെ. ബൈ ബൈ.